ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അതേപോലെ മൊത്തത്തിൽ വണ്ടി ബോഡി വൈബ്രേഷൻ, ഒരു അടി സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് എഞ്ചിൻ സൗണ്ടൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ സർവീസിനായിട്ട് നമ്മൾ കയറ്റി അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. ബ്രേക്ക് ക്യാം ഈ തവണ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, ഏകദേശം ഒരു പകുതിയിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ തവണ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട്, അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം. ഗിയറിൻ്റെ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്, ലെവലൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിലത്തെ ടയറായാലും കമ്പനി ടയർ കിടക്കണേ, MRFൻ്റെ ടയറാണ്. അപ്പോൾ നിലവിൽ ഹബിനകത്ത് വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ്, ചെറിയൊരു സ്ക്രാച്ചസ് അത് നമുക്ക് ലൈനർ തേയ്മാനത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്, അതല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ് എടുക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഓയിൽസിൽ ലീക്ക് ഉണ്ട്, അത് കൈയോടെ നമുക്ക് മാറ്റിയിടാം കേട്ടോ. ആരംഭമാണ്, കൈയോടെ നമുക്കത് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി, കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ബെൻഡെക്സ് യൂണിറ്റ്, ക്ലച്ച് യൂണിറ്റ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ്സ് ഒന്നും പറയില്ല, ക്ലച്ച് ഗ്രീസിങ് ആയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്, എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. ഓയിലൊക്കെ താഴേക്ക് ചാടിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഈ സൈഡൊക്കെ ഓയിൽ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ കവർ ഗ്യാസ്കറ്റ് നമുക്ക് എന്തെങ്കിലും അഴിക്കണം. പിന്നെ അതിനകത്ത് വേറൊരു പ്രോബ്ലം, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ സൗണ്ട് വേരിയേഷൻ, അടിക്കണ പോലത്തെ സൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിലല്ല നടക്കണമെന്നുള്ളത്. കാരണം എൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലത്തെ ഹെഡിൻ്റെ ഭാഗമൊക്കെ കാണണം കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കൊക്കെ പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്കിത് ഈ നോക്കുമ്പോൾ ഈ റോക്ക് റാമൊക്കെ വാൽവ് നല്ല ലൂസായിട്ടുണ്ട്, എത്ര ഷെയ്ക്കിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടിയാണ് മെയിനായിട്ട് കാണിക്കുക. എക്സോസ്റ്റ് വാൽവ് നല്ല ലൂസ്, ഇൻലെറ്റ് വാൽവ് അത്രയും കൂടെ ഇല്ല, പക്ഷേ എന്നാലും ലൂസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ആക്കി തരാം. പിന്നീട് നമുക്ക് നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മെയിനായിട്ട് വന്നതിൻ്റെ മെയിൻ റീസണൊക്കെ ഉണ്ടല്ലോ, ഈ എഞ്ചിൻ ഓയിലൊക്കെ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ വന്ന മിസ്റ്റേക്കാണ്. നമ്മുടെ അടുത്ത് എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞാണേ. അപ്പോൾ ഞാൻ ഓയിൽ ലെവൽ നോക്കിയപ്പോൾ കിട്ടിയില്ല, അപ്പോൾ ഞാൻ ആ ഓയിൽ ഊറ്റി നോക്കി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 450 മില്ലി ഓയിലാണ് നമുക്ക് നിലവിൽ വണ്ടിയിലുള്ളത്. ബാക്കിയിട്ട് നമ്മളിപ്പോൾ ടോപ്പ് ചെയ്യണം. ഏകദേശം നമുക്കൊരു 350 മില്ലി ഓയിൽ നമുക്ക് ഇനിയിപ്പോൾ ഒഴിച്ചാലാണ് അത് കറക്റ്റ് ലെവലാവുള്ളൂ. കാരണം അത്രയും ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് വണ്ടിക്ക് കേട്ടോ. അപ്പോൾ അത് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നത് വണ്ടിക്ക് അത്ര ഗുണകരമല്ല. കാരണം ഇത് എന്ത് കാരണം കൊണ്ടാണ് കുറയണതെന്നുള്ള ദിവസം നമ്മൾ നോക്കിയത് പരിഹരിച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ഓയിൽ കരിയണ സ്മെല്ല് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ പ്രോപ്പർ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സർവീസൊക്കെ ചെയ്തിപ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ, ഇതിപ്പോൾ ഓയിൽ പുതിയ ഓയിലാണെങ്കിൽ ടോപ്പ് ചെയ്താൽ മതി, ആ കുറവുള്ളത് ഒഴിച്ചാൽ മതി. പക്ഷേ ഇത്രയും അളവ് വ്യത്യാസം ഉള്ളത് കൊണ്ട് ഓയിൽ മാറ്റി പുതിയത് ഒഴിക്കണതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് പോവാം. അതിന് ശേഷം നമ്മളൊരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഓടി കഴിയുമ്പോൾ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ലെവല് കറക്റ്റ് ലെവലിൻ്റെ ഗേജിനകത്ത് കറക്റ്റ് നോക്കിയിട്ട് എത്രത്തോളം കുറഞ്ഞു പോയിട്ട് നോക്കാം. കൂടുതലായിട്ട് കുറയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മളത് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് നോക്കി അത് പരിഹരിച്ച് കൊടുക്കണം. കാരണം ഓയിൽ ലെവൽ കുറയാനായിട്ടുള്ള മെയിൻ കാരണം ഓയിൽ കയറി കത്തുമ്പോഴാണ് ഓയിൽ ലെവൽ കുറഞ്ഞു പോകാം. പിന്നെ ലീക്കേജ് വരുമ്പോഴും ഓയിൽ ലെവൽ കുറയും. പക്ഷേ ലീക്ക് ആവണമെന്നുണ്ടെങ്കിൽ 300 മില്ലി ഓയിലൊക്കെ ചാടി പോകണമെന്നുണ്ടെങ്കിൽ മൊത്തം നമുക്ക് അറിയാനായിട്ട് പറ്റും, നല്ല രീതിയിൽ ലീക്കായിരിക്കും. പക്ഷേ ഇവിടെ ലീക്ക് ഉണ്ടെങ്കിൽ പോലും അതിനുള്ള ലീക്കൊന്നും പ്രത്യക്ഷത്തിലില്ല. അപ്പോൾ പുകയുടെ പ്രശ്നം, സിലിണ്ടർ ഡാമേജൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഗൗരവത്തിലെടുക്കുക. കാരണം പിസ്റ്റൺ സിലിണ്ടറൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15,000 രൂപ നമുക്ക് ചിലവ് തന്നെ കേസുണ്ട്. അപ്പോൾ ആ ഗൗരവത്തിൽ കാണാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ പ്ലഗാണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം, കാരണം അത്യാവശ്യം അഴുക്കുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ട്, ഇവിടെയൊക്കെ ഇത് കിടന്ന് നല്ല രീതിയിൽ അടിയുണ്ട്, ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല അടിയുണ്ട്. ഫ്രണ്ട് കവർ അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കംപ്ലയിൻറ്റ്സ് വേറെ ഉണ്ട്. ബാറ്ററി കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ബോഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററി ഉണ്ടോ, അത് 2025 പുതിയ ബാറ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, വോൾട്ടൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ. പിന്നെയുള്ള കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളും മാറ്റേണ്ടതാണ്. ഒരെണ്ണം പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് വിട്ടിരിക്കുകയാണ്, ഇതുണ്ട്. അപ്പോൾ മറ്റേതും അതേപോലെ തന്നെ ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ബ്രേക്ക് കേബിളും മാറ്റിയിടാം. ശേഷം നമുക്ക് അതിൻ്റെ വീലഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ നിന്ന് അടി വന്നതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ വീൽ ബെയറിങ് കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. വീൽ ബെയറിങ് അഴിച്ച് നമുക്ക് മാറ്റി റീസെറ്റ് ആക്കാം. കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിടാം. വീൽ ബെയറിങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ അടിയൊക്കെ മാറിക്കോളും.
അപ്പോൾ ഏകദേശം എത്രയാണ് നമുക്കതിന് വരുന്ന ഒരു ഏകദേശം ഒരു മെയിൻ്റനൻസ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.